me, baby. Don't wanna fall again. This just hurt me. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ബാലിയിൽ നമ്മുടെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബാലിയുടെ ഒരു കുഞ്ഞു ടൗണായ ഉബൂഡിലോട്ടാണ്. നമ്മൾ താമസിക്കുന്ന സെമിനിയാക്കിൽ നിന്നും 35 കിലോമീറ്ററാണ് ഉബൂഡിലേക്കുള്ളത്. ഭയങ്കര കാമായിട്ടുള്ളൊരു ടൗൺ തന്നെയാണ്. ഇതിലെ കൂടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ തന്നെയാണ്. അധികം ഒച്ചയോ ബഹളോ അങ്ങനെ ഒന്നുമില്ല. 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക കടകളുടെ ഫ്രണ്ടിലും ഇതേപോലെ കുഞ്ഞ് പെട്രോൾ അടിക്കുന്ന ഒരു മെഷീൻ വെച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ഉബൂഡ് പാലസിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലസ് ആണ്. ബാലി രാജകുടുംബത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് ഈ കൊട്ടാരം. 1800-ൽ ബാലി രാജാവായിരുന്ന ജൊക്കോഡോ പുട്ടു കാൻഡിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. നമ്മളെ നാട്ടിലുള്ളത് പോലത്തെ വലിയ കൊട്ടാരമൊന്നുമല്ല, വളരെ ചെറിയ കൊട്ടാരമാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചുറ്റിക്കാണാൻ പറ്റുന്ന ഒരു കൊട്ടാരമാണിത്. ഈ കൊട്ടാരം വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആ കൊട്ടാരമൊക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നേരെ പോയത് തൊട്ടടുത്തുള്ള ഉബൂഡ് മാർക്കറ്റിലോട്ടാണ്. ഇവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങാനായിട്ടൊന്നുമില്ല. നല്ല കിടിലം ഹാൻഡിക്രാഫ്റ്റ്സ് ഇവിടെ ഉണ്ട്. ബുദ്ധൻ്റെയും ഗണപതിയുടെയും ശിവൻ്റെയും അങ്ങനെ ഹിന്ദുപരമായിട്ടുള്ള ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് നമുക്കിവിടെ നിന്ന് കിട്ടും. അതും കൂടാതെ തന്നെ ബാഗിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബീച്ച് വെയർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവരാദ്യം മാക്സിമം റേറ്റ് കൂട്ടി പറയും. നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് ഇവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഒരു 500 രൂപയുടെ സാധനം ഒരു 600 രൂപ എന്ന് ഇവർ പറയും. എന്നിട്ട് നമ്മൾ അത് വാങ്ങില്ല എന്ന് കാണുമ്പോൾ ഇവർ തന്നെ ഇങ്ങോട്ട് പറയും ബാർഗെയിൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു മാക്സിമം ഇപ്പോൾ 600 രൂപയുടെ സാധനമാണെങ്കിൽ ഒരു 300 രൂപയെങ്കിലും അവർ കുറച്ച് തരും. നല്ല കൂട്ടിയാണ് ആദ്യം പറയുന്നത്. പിന്നെ നിങ്ങൾ ഏതൊരു മാർക്കറ്റിൽ ഇതേപോലെ ചെന്നാലും ഒരു കടയിൽ നിന്ന് തന്നെ മാക്സിമം സാധനങ്ങൾ വാങ്ങാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വില ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഓരോ കടയിൽ നിന്ന് പോയി ഓരോ സാധനങ്ങൾ വാങ്ങാതെ മിക്ക എല്ലാ കടയിലും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും ഷർട്ടോ അങ്ങനെ എന്തായാലും ഒരുമിച്ച് വാങ്ങാൻ വേണ്ടി നോക്കുക. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോയത് ഉബൂഡ് മങ്കി ഫോറസ്റ്റിലോട്ടാണ്. ഉബൂഡ് പാലസിൽ നിന്ന് 3 കിലോമീറ്ററാണ് മങ്കി ഫോറസ്റ്റിലോട്ടുള്ളത്. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. 130 രൂപയാണ് എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത്. അതായത് IDR മണി 25,000 രൂപ. ഇന്നലെ ഒരു അനുഭവം എനിക്ക് പറ്റിയത് കൊണ്ട് ഞാൻ ഇന്ന് ഫോൺ കയ്യിൽ വയ്ക്കുന്നില്ല. അത് ട്രൈപോഡിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. ഒരു ഗുഹയുടെ അകത്തൂടെ വേണം നമ്മൾ ഫോറസ്റ്റിലോട്ട് എൻട്രി ചെയ്യാനായിട്ട്. മെയിനായിട്ട് ഞാൻ മങ്കി സെൽഫി എടുക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ക്ലോസ്ഡ് ആയിരുന്നു മങ്കി സെൽഫി. ഇതാണ് നമ്മളെ കൂടെ സെൽഫി എടുക്കുന്ന മങ്കി. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്നത് ഓപ്പൺ അല്ലായിരുന്നു. ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള മങ്കിയാണ് ഇത്. അവർ പറയുന്നത് പോലെ സംസാരിക്കും. അവർക്ക് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഗൈഡുമായിട്ട്. 1059 കുരങ്ങന്മാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ പോകുമ്പോൾ കയ്യിലൊന്നും ദയവ് ചെയ്ത് കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ വരും. അങ്ങനെ നമ്മൾ ഫോറസ്റ്റൊക്കെ കണ്ട് തീർത്ത് അതിൻ്റെ അകത്തും കുറച്ച് അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് കണ്ട് കയറിയതാണ്. നിങ്ങൾ ഇന്ത്യ വിട്ട് എവിടെ പോയാലും ഒരിക്കലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പ്രിഫർ ചെയ്യരുത്. കാരണം അത്യാവശ്യം കുറച്ച് കത്തിയായിരിക്കും ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ. നമ്മൾ 2 ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും കഴിച്ചപ്പോൾ തന്നെ 2500 രൂപയാണ് ആയത്. ഈ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ചു ഗൈസ്. നമ്മൾ റൈസ് ടെറസിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും വേറെ ഏതോ ഒരു ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വഴിതെറ്റിച്ച് കൊണ്ട് നിർത്തി. പിന്നെ അവിടെ നിന്ന് നേരെ ഒന്നും കൂടി ലൊക്കേഷൻ ഇട്ട് നമ്മൾ പോകുന്നത് റൈസ് ടെറസിലോട്ടാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബാലി സ്വിങ്. അത് റൈസ് ടെറസിലാണ് ഉള്ളത്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മളിതാ റൈസ് ടെറസിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ റീലിൽ കാണുന്നത് പോലെ അല്ല ഗൈസ്. കുറേയൊക്കെ അതേപോലെയാണ്. പക്ഷേ ഈ റൈസ് ടെറസൊക്കെ റീലിൽ കാണുന്ന പോലെ അല്ല സത്യമായിട്ടും. പക്ഷെ കൊള്ളാം, കാണിച്ചേ. ഈ കാണുന്നതാണ് റൈസ് ടെറസ്. ഇവിടെ ഫുൾ നെൽകൃഷിയാണ്. നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നത്തില്ല. കാരണം നമ്മളിവിടെ നാട്ടിലും അങ്ങനെയെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ മെയിനായിട്ട് വന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ സ്വിങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി സ്വിങ് എക്സ്പീരിയൻസ് കാണാം. നമ്മളിതൊക്കെ റീലിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈറ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത്രയ്ക്ക് ഹൈറ്റൊന്നും ഇല്ല. പിന്നെ എൻ്റെ മാത്രം തെറ്റിദ്ധാരണയായിരിക്കാം, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സ്വിങ് ഒരെണ്ണേ കാണുള്ളൂ എന്നാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു സ്വിങ്. പക്ഷെ അങ്ങനെയല്ല,
കുറേ സ്വിങ് ഉണ്ട്. അതായത് ഇതൊരു സ്വിങ്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്വിങ്, അങ്ങനെ ഓരോ ആൾക്കാരാണ് ഇത് നടത്തുന്നത്, അല്ലാതെ ഒരെണ്ണം മാത്രമല്ല. അങ്ങനെ ഫൈനലി റൈസ് ടെറസിൽ വന്ന് ഞാൻ സ്വിങ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാണ് ആയത്? 2.5 ലക്ഷം രൂപ. അതായത് ഇന്ത്യൻ മണി 2.5 ലക്ഷം രൂപയാണ് ആയത്. ഇന്ത്യൻ മണി 1500 രൂപ. അവർ നമുക്ക് ഡ്രസ്സ് തരും. ഡ്രസ്സ് ഇട്ടിട്ട് ആ ഊഞ്ഞാലിൽ കയറിയിരുന്ന് കുറച്ച് നേരം അവർ സ്വിങ് ചെയ്യിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ ഫോട്ടോയ്ക്ക് സെപ്പറേറ്റ് പൈസയാണ്. ഞാൻ വിചാരിച്ചു അവർ ക്യാമറയിലായിരിക്കും ഫോട്ടോ എടുത്ത് തരുന്നത്, പക്ഷേ അല്ല, നമ്മുടെ ഫോണിൽ തന്നെ അവർ ഫോട്ടോ എടുത്ത് തരും. പക്ഷേ നല്ല ഫോട്ടോസാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടേക്കാം. പിന്നെ ഈ റൈസ് ടെറസിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.